ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി വീഡിയോയുമായിട്ടാണ്. പിന്നെ ഇതിന് കുക്കറപ്പം എന്നും പറയാറുണ്ട്. നിറയെ അരികളെടുത്തിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിയിലൊന്നും പിടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാൻ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് പച്ചരി, ഒരു 3 ശർക്കര, ആവശ്യത്തിന് തേങ്ങാക്കൊത്ത്, 3 ഏലക്ക, ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നമുക്കൊരു പിഞ്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 2 ടേബിൾ സ്പൂൺ ചോറ്. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ അരി ഒരു 3 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. 3-4 മണിക്കൂർ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് 3 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിലത്തെ വെള്ളം നല്ല കഴുകിയിട്ടാണ് ഞാൻ അവിടെ കുതിർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. അരിയുടെ കൂടെ തന്നെ നമുക്കിതിലേക്ക് 3 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു പിഞ്ച് ഉപ്പ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ഇവ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ. ഒരു ഗ്ലാസ് വെള്ളം അതിലേക്ക് അരക്കാൻ ആവശ്യത്തിന് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല തിക്ക് പേസ്റ്റും അല്ല, നല്ല ലൂസായിട്ടുള്ള പേസ്റ്റും അല്ല. ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ നമുക്കിത് ഒന്ന് അരച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്കുള്ള ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ശർക്കരൻ്റെ കട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. പിന്നെ നമുക്ക് ഈ ശർക്കരപ്പാനി നല്ല ചൂടോട് കൂടി തന്നെ, ചൂടൊട്ടും കുറയാതെ ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ മാവിലേക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പം തന്നെ ഇത് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാവ് കട്ട പിടിക്കും. പെട്ടെന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ ടൈമിലാണ് നമ്മളിതിലേക്കൊരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ചാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്കിതിൻ്റെ ചൂട് കുറയുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് കലത്തപ്പം ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് കുക്കറിലും നോൺ സ്റ്റിക്കിൻ്റെ പാനിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. കുക്കറിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണയുടെ കൂടെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഞാനത് ഫുള്ളായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ല. കുറച്ച് ഞാൻ കുക്കർ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കണം. ഈ ടൈമിൽ കുക്കർ നല്ല ചൂടുണ്ടായിരിക്കണം. തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ ഞാൻ കുക്കറിൻ്റെ അടിയിലായിട്ട് വേറെ പാത്രമൊന്നും വെച്ചിട്ടില്ല. ഡയറക്റ്റ് തീയിലാണ് ഞാൻ ഈ കുക്കർ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. കുക്കറിൻ്റെ വിസിൽ ഊരിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. പിന്നെ ആദ്യത്തെ 2 മിനിറ്റ് ഇത് നല്ല ഹൈ ഫ്ലെയിമിലിടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഒരു 10 മിനിറ്റ് എനിക്കിവിടെ കറക്റ്റ് 10 മിനിറ്റിൽ ഇത് നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കണത് ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിരിക്കണമെന്ന് നോക്കണം. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ എനിക്കത് 10 മിനിറ്റ് തന്നെ നല്ല കറക്റ്റ് കുക്കായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ കുക്കറിൽ നിന്ന് ഇത് റിമൂവ് ചെയ്യാൻ.
ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കലത്തപ്പം ഈ അരി നമ്മളെടുക്കുന്ന പച്ചരി നല്ല പശപ്പശപ്പുള്ള പച്ചരിയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നന്നായി കിട്ടില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ നമ്മളിത് എണ്ണയിൽ മുക്കി പൊരിക്കാത്തതുകൊണ്ട് വലിയ ഹെൽത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒക്കെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയല്ല. പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിത് ഈസിയായി ഉണ്ടാക്കാം. അടിയൊന്നും ഒട്ടും കരിഞ്ഞിട്ടൊന്നും. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.